സീതാദേവി ഹനുമാൻ സ്വാമിക്ക് രാമായണം മുഴുവൻ പറഞ്ഞു കൊടുത്തു. ഹനുമാൻ സ്വാമിക്ക് അറിയാത്തതൊന്നല്ല രാമായണം, എങ്കിൽ പോലും എന്തൊക്കെയാണ് രാമായണത്തിലുള്ളത് എന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ സീതാദേവി എല്ലാം അറിയുന്നവളാണ്. അപ്പോൾ ഹനുമാന് ആ രാമായണ ചരിതത്തെ ചുരുക്കി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ഭഗവാൻ ആരാണെന്ന് വീണ്ടും പറഞ്ഞു കൊടുക്കുക. ദേവകളൊക്കെ അഭിഷേകം ചെയ്ത് പൂജിക്കപ്പെട്ടിരിക്കുന്നു ജഗന്നാഥനായ ഭഗവാൻ എന്ന് പറഞ്ഞു. ആ ഭഗവാൻ ആരാണ്? യാജ്യനാം നാരായണൻ, ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ഭഗവാൻ യാജ്യനാണ്, യജിക്കപ്പെടുന്നവനാണ്. യജ്ഞയാഗങ്ങളിലൂടെ യജിക്കപ്പെടുന്ന ആരാണ്? നാരായണനാണ് ഭഗവാൻ. ഭക്തിയുള്ളവർക്ക്, ആർക്കാണോ ഭക്തിയുള്ളവർക്ക്, അവർക്ക് സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. സായുജ്യ മോക്ഷത്തെ നൽകുന്ന ആളാണ് നിരഞ്ജനൻ. നിരഞ്ജനൻ എന്നുള്ളതിന് നിശേഷേണ രഞ്ജിപ്പിക്കുന്നവനെന്നും പരിശുദ്ധനെന്നുമൊക്കെ അർത്ഥമുണ്ട്. കളങ്കങ്ങളൊന്നും ഇല്ലാത്തവൻ. ഏവമാദികളായ കർമ്മങ്ങൾ, അങ്ങനെയുള്ള ഭഗവാൻ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ തൻ്റെ മായാദേവിയാമെന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം. ആ ഭഗവാനല്ല ചെയ്യുന്നത്, മായാദേവിയായ ഞാനാണ് അതൊക്കെ ചെയ്യുന്നത്. ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ഞാനിതൊക്കെ ചെയ്യുകയാണ്. നൂനം എന്നുള്ള വാക്ക് നിശ്ചയത്തെ സൂചിപ്പിക്കുന്നതാണ്. രാമനാം ജഗദ്ഗുരു നിർഗുണൻ ജഗദഭിരാമൻ അവ്യയൻ ഏകൻ ആനന്ദാത്മകൻ ആത്മാരാമൻ. രാമനാരാണ്? ജഗദ്ഗുരുവാണ്, ജഗത്തിന്റെ ഗുരുവാണ്, നിർഗുണനാണ്, എല്ലാ ഗുണങ്ങൾക്കും അപ്പുറത്തുള്ളതാണ്, ജഗദഭിരാമൻ. ഈ ലോകം മുഴുവൻ രമിക്കുന്ന രാമനാണ്. ഈ ലോകത്തിലൊക്കെ രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് രാമനാണ്. ജഗദഭിരാമൻ അവ്യയൻ, വ്യയം ചെയ്യാൻ പറ്റാത്തവൻ, മാറ്റങ്ങളില്ലാത്തവൻ, ഏറ്റക്കുറച്ചിലില്ലാത്തവൻ, ഏകൻ, ഒന്നേയുള്ളൂ, ആനന്ദാത്മകൻ, ആനന്ദസ്വരൂപനാണ്, ആത്മാരാമൻ, ആത്മാരാമനാണ്, തന്നിൽ തന്നെ ആനന്ദം കണ്ടെത്തുന്നവനാണ്. ആത്മാരാമൻ അദ്വയൻ, രണ്ടല്ലാത്തവനാണ്. പരൻ, ഏറ്റവും ശ്രേഷ്ഠനായവനാണ്, പരനാണ്. നിഷ്കളൻ, കലകളില്ലാത്തവനാണ്. വിദ്വൽ ഭൃംഗാരാമൻ അച്യുതൻ, വിദ്വാൻമാരാകുന്ന വണ്ടുകൾക്ക് ആരാമമായവൻ, പൂന്തോട്ടമായവനാണ്. അല്ലെങ്കിൽ വിദ്വാൻമാരായ വണ്ടുകൾ രമിക്കുന്നവനാണ്. അച്യുതൻ, ചുതി പറ്റാത്തവൻ, വീഴ്ച പറ്റാത്തവൻ, നാശമില്ലാത്തവനാണ്. വിഷ്ണു ഭഗവാൻ, വിഷ്ണു ഭഗവാൻ സാക്ഷാൽ വിഷ്ണുവാണ്. വിഷ്ണു ആരാണ്? എങ്ങും നിറഞ്ഞ വ്യാപനത്വാദിതി വിഷ്ണു, സകല ദിക്കിലും നിറഞ്ഞിരിക്കുന്നവനാ വിഷ്ണു ഭഗവാൻ. നാരായണൻ, നാരായണനാണ്, നരന്മാരുടെ അയനമായി ഓരോ മനുഷ്യരുടെയും ലക്ഷ്യമായിരിക്കുന്നവനാണ്. അങ്ങനെയുള്ള ഭഗവാൻ ഗമിക്കെന്നതും പുനരിരിക്കുന്നതും കിഞ്ചിത് ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. ഈ രാമനെ എങ്ങനെ മനസ്സിലാക്കണം? രാമന് പോക്കോ വരവോ ഇരിക്കലോ നിക്കലോ ഭ്രമിക്കലോ ദുഃഖിക്കലോ ഒന്നുമില്ല. രാമൻ ഇതിനൊക്കെ അപ്പുറത്തുള്ളതാണ്. നിർവികാരാത്മാ, ഒരു തരത്തിലെ വികാരങ്ങളും മാറ്റങ്ങളും ഇല്ലാത്തവനാണ്. നിർവികാരാത്മാ, അങ്ങനെയുള്ള സ്വരൂപത്തോടു കൂടിയ രാമൻ തേജോമയനായി നിറഞ്ഞിരിക്കുകയാണ്. എങ്ങും പ്രകാശസ്വരൂപനായിരിക്കുകയാണ്. ഒരു നിർവൃതൻ, ഒരു വസ്തു ചെയ്യുകയിൽ ഒരു നാളും. നിർവൃതനായിട്ടുള്ള ആ എല്ലാ തരത്തിലും ആനന്ദസ്വരൂപനായിരിക്കുന്ന, ആത്മാസ്വരൂപമായിരിക്കുന്ന ആ രാമന് ഒന്നും ചെയ്യേണ്ടതായിട്ട്, ഒരിക്കലും ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. നിർമ്മലൻ, അഴുക്കില്ലാത്തവൻ, പരിശുദ്ധനായവൻ. പരിണാമഹീനൻ, പരിണാമമില്ലാത്തവനാണ്. ആനന്ദമൂർത്തി, ആനന്ദസ്വരൂപനാണ്. ചിന്മയൻ, ചിന്മയൻ ചിത്തുമയമായവൻ. മായാദേവിതൻ, മായാമയൻ തന്നെ മായാദേവി. ഭഗവാൻ ആരാണ്? മായാമയനാണ്. ആ മായാമയനായ ഭഗവാന്റെ മായാദേവി, മായാദേവിയാ ഞാൻ. കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു. കർമ്മങ്ങൾ ചെയ്യുന്നു, മായാദേവിയെ ചെയ്യുന്നു, പക്ഷെ കർമ്മങ്ങൾ ചെയ്യുന്നത് താനാന്ന് തോന്നിക്കും. എങ്ങനെ? തൻ മായാ ഗുണങ്ങളെ താൻ അനുസരിക്കയാൽ. ആ മായയുടെ ഗുണങ്ങളെ താൻ അനുസരിക്കുന്നത് കൊണ്ട് കർമ്മങ്ങൾ ഈ പരമാത്മാവ് അല്ലെങ്കിൽ പരമേശ്വരനായിട്ടുള്ള ഈ രാമനാണ് ചെയ്യുന്നത് തോന്നും. എന്നിങ്ങനെ ആ സീതാദേവി രാമന്റെ തത്വവും തൻ്റെ തത്വവും ഒന്നുകൂടി പറഞ്ഞു കൊടുത്തു. അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വം ഉപദേശിച്ച ശേഷം അഞ്ജസ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാച പുനരവനോടരുൾ ചെയ്തു.
അഞ്ജനയുടെ മകനായിട്ടുള്ള ഹനുമാന് ഇങ്ങനെ സീതാദേവി കഞ്ചലോചനൻ, കഞ്ചലോചനൻ താമരപ്പൂവിൻ്റെ ഇതൾ പോലെയുള്ള കണ്ണുകളോടുകൂടി അങ്ങനെ രാമന്റെ തത്വത്തെ ഉപദേശിച്ച് അതിനുശേഷം അഞ്ജസ ഉടനെ പെട്ടെന്ന് രാമദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് മഞ്ജുളവാച വളരെ മനോഹരമായ വാക്കുകളാൽ പുനരവനോട് അരുൾ ചെയ്തു. അവനോട് എന്ന് പറഞ്ഞാൽ ഹനുമാനോട് പറഞ്ഞു. സീതാദേവിയുടെ ഉപദേശിച്ച ശേഷം ശ്രീരാമനും പറഞ്ഞു. എന്താ പറയുന്നത്? കുറച്ച് നല്ല ഭാഗങ്ങളുണ്ട്, ഇതുപോലത്തെ തന്നെ ഭാഗങ്ങൾ. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറികടോ തേജോരൂപിണിയാകുമെന്നുട മായ തങ്കൽ വ്യാജമെന്നിയേ നിരലിക്കുന്നു കപിവരാം. പരമാത്മാവാണ് ബിംബം, പ്രതിബിംബം എന്താണ്? ജീവാത്മാവാണ്. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം എന്താ? നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ ബിംബം, കണ്ണാടിയിൽ കാണുന്നത് പ്രതിബിംബം. അതുപോലെ പരമാത്മാവ് ബിംബം, ജീവാത്മാവ് പ്രതിബിംബം. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിത് നന്നായിട്ട് കാണുന്നതു ജീവാത്മാവറികടോ. ആ പ്രതിബിംബമാണ് ജീവാത്മാവ്. പരമാത്മാവിന്റെ പ്രതിബിംബമാണ് ജീവാത്മാവ്. തേജോരൂപിണിയാകുമെന്നുടമായ തങ്കൽ. എവിടെയാ ഈ പ്രതിബിംബം കാണുന്ന? തേജോരൂപിണിയായ ആ തേജസ്വരൂപിണിയായിട്ടുള്ള എന്നുടെ മായ തങ്ക, എൻ്റെ മായയില് വ്യാജമെന്നിയേ വ്യാജമായിട്ട് നിഴലിക്കുന്നു കവിവരാം. അത് നിഴലിക്കാണ് കവിവര, കുരങ്ങുമാതിരി ശ്രേഷ്ഠമായവന്. ഏതുപോലെയാ മനസ്സിലാക്കേണ്ടത്? ഓരോരോ ജലാശയേ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ. ഓരോരോ ജലാശയത്തിൽ, അത് കിണറ്റിലായാലും കുളത്തിലായാലും നദിയിലായാലും തടാകത്തിലായാലും കുളത്തിലെ വെള്ളത്തിലായാലും ഒക്കെ മഹാകാശം, മുകളിലുള്ള ആകാശത്തെ താഴെ അതിൽ കാണാം. നീ കണ്ടാലും കാൺമീലയോ കണ്ടാലും അതുപോലെ. അതുപോലെയാണെന്ത്? ഈ പരമാത്മാവിന്റെ പ്രതിബിംബം ഓരോന്നിലെന്ന് പറയാം. സാക്ഷാലുള്ളൊരു പരബ്രഹ്മം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. ശരിക്കും സാക്ഷാത്തായിട്ടുള്ള പരബ്രഹ്മമുള്ള പരമാത്മാവ് അത് എല്ലാറ്റിനും സാക്ഷിയാണ്, അത് നിശ്ചലമായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. പരമാത്മാവ് സാക്ഷിയാണ്. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങളുടെ അർത്ഥം കൊണ്ട് എൻ്റെ തത്വത്തെ, മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. ആചാര്യന്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ തത്വത്തെ അറിയാൻ സാധിക്കും. മൽഭക്തനായുള്ളവൻ ഈ പദം അറിയുമ്പോൾ, എൻ്റെ ഭക്തനായിട്ടുള്ള ആള് ഈ പദം, ഈ വലിയ പരമപദത്തെ അറിയുന്ന സമയത്ത് മദ്ഭാവം പ്രാപിച്ചിടും, എൻ്റെ ഭാവത്തെ പ്രാപിച്ചിടും. ഇല്ലാ സംശയമേതും. വായിക്കുന്ന സമയത്ത് മൽഭാവം പ്രാപിച്ചിടും കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടിട്ട് ഇല്ലാ സംശയമേതും, ഇക്കാര്യത്തില് സംശയമൊന്നും വേണ്ട. മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. എന്നിൽ ഭക്തിയില്ലാത്ത ആളുകൾ അവര് ശാസ്ത്രഗർത്തങ്ങളിൽ പോയിട്ട് സദ്ഭാവം കൊണ്ട് അവര് നല്ലതാണെന്നൊക്കെ വിചാരിച്ചിട്ടാവും പോവുണ്ടാവും, പക്ഷെ അതിലൊക്കെ പെട്ട് ഭ്രമിക്കും. ഭക്തനായുള്ള ആൾക്കാണെങ്കിലോ എന്നെ ഭഗവാനിൽ എത്തിച്ചേരാൻ സാധിക്കും. ഭക്തിയില്ലാത്ത ആളുകള് പലതിലും പെട്ട് പോവും. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും, ഭക്തിയില്ലാത്ത ആളുകൾക്ക് 100,000, 100, 1000, 10,000 ലക്ഷക്കണക്കിന് ജന്മം കൊണ്ടും സാധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. അവർക്കൊരിക്കലും സാധിക്കില്ല, സിദ്ധിക്കയില്ല, അവർക്കൊരിക്കലും കിട്ടില്ല. തത്വജ്ഞാനവും കൈവല്യവും കിട്ടില്ല. പരമാത്മാവാം മമ ഹൃദയം രഹസ്യമിത്. പരമാത്മാവായുള്ള എൻ്റെ ഹൃദയം രഹസ്യം, വളരെ ഏറ്റവും രഹസ്യമായിട്ടുള്ള ഇക്കാര്യത്തെ ഒരു നാളും മൽഭക്തിഹീനന്മാരാമേ വീഴും. എന്നിൽ ഭക്തിയില്ലാത്ത ആളുകളായിട്ട് ഇരിക്കുന്ന നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ. അങ്ങനെയുള്ള ആളുകളോടൊന്നും പറഞ്ഞു കൊടുക്കരുത്. പരമം ഉപദേശമില്ല ഇതിന്മീതയൊന്നും. ഇതിലപ്പുറം വേറൊരു ഉപദേശം തരാനില്ല എന്ന് പറഞ്ഞ് രാമദേവൻ ഹനുമാന് ഉപദേശത്തെ കൊടുക്കണം.